അപ്പോൾ ഈ വർഷം പരമാവധി കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടു കൂടി യൂണിവേഴ്സിറ്റിയുടെ എല്ലാ കേന്ദ്രങ്ങളിലും ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം യൂണിവേഴ്സിറ്റിയുടെ എല്ലാ റീജിയൻസിലും വെള്ളായണിയിലും അടുത്ത ദിവസം തന്നെ ഇപ്രകാരം പുതിയ കോഴ്സുകളുടെ സാധ്യതകളും അവസരങ്ങളും കുട്ടികളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാംസ് നടക്കുകയാണ്. വർക്കിംഗ് പ്രൊഫഷണൽസിന് ഇതിൻ്റെ ഒരു എഡിഷൻ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നോട്ടിഫൈ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ 1 ഇയർ ഡിപ്ലോമ 2x ടൈംസ് സമയം കൊടുത്തിട്ട് വീക്കെൻഡ് ക്ലാസ്സസ്, കോൺടാക്ട് ക്ലാസ്സസ്, ബിറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള ഗവൺമെൻറ്റിലും മറ്റ് സ്ഥാപനങ്ങളിലും എല്ലാം വർക്ക് ചെയ്യുന്നവർക്ക് ലോങ് ഡിസ്റ്റൻസ് എൻറോൾ ചെയ്യുക, പ്രാക്ടിക്കൽസ് മാത്രം വന്ന് ലീവിന് വന്ന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അതിൻ്റെ ഒരു എഡിഷൻ നമ്മൾ തയ്യാർ ചെയ്യുന്നുണ്ട്. ഒരു 2-3 months അത് കൊണ്ടുവരണം. ഞങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് 300 സീറ്റ് 200 സീറ്റൊക്കെ ഉള്ളായിരുന്നു. ഇത് 300 400 450 പക്ഷെ വളരെ ആപ്ലിക്കൻ്റ് ഇൻട്രസ്റ്റ് ഉള്ള കോഴ്സാണ്, കൂടുതൽ കൂട്ടാവുന്നതാണ്. 450 കേരളത്തിലെ ഒരു വിഷയമല്ല. അതെ, കറക്റ്റാണ് പറഞ്ഞ കാര്യം. പ്രോഗ്രാംസ് കുറച്ച് സമയം പാർട്ട് ടൈം ബേസിസിൽ ഒരു ഫോർമാറ്റും കൂടെ ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ജോലി ചെയ്യുന്ന ആളുകൾക്ക് അധികം ലീവ് എടുക്കാതെ തന്നെ ഓൺലൈൻ ഫോർമാറ്റിൽ ഇതിൽ എൻറോൾ ചെയ്ത് പരീക്ഷ പാസ്സായി ഈ ബിരുദങ്ങൾ നേടാനും കൂടിയുള്ള അവസരം ഇതുവഴി കിട്ടുന്നതാണ്. മന്ത്രിമാരായ ശ്രീ പി പ്രസാദ്, വെള്ളായണി കോളേജിന്റെ ഡീന് ഡോക്ടർ റോയ്, മറ്റ് സീനിയർ മെമ്പേഴ്സ് ഓഫ് ദ ഫാക്കൽറ്റി, വളരെ ഹ്രസ്വമായിട്ടുള്ള ഒരു പ്രസ് മീറ്റ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് കാർഷിക യൂണിവേഴ്സിറ്റി കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് കൃഷിശാസ്ത്രത്തിലും അതിന്റെ അനുബന്ധ വിഷയങ്ങളിലും ഡോക്ടർ PG പ്രോഗ്രാംസ് നടത്തി പോരുന്നെങ്കിലും കഴിഞ്ഞ വർഷം ഫാക്കൽറ്റി മുഴുവനും പരിശ്രമിച്ച് ഒരു 400 അഡീഷണൽ സീറ്റ്സ് കേരളത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ടായി. പക്ഷെ നിർഭാഗ്യവശാൽ അതിന്റെ നൂലാമാലകളെല്ലാം കഴിഞ്ഞ് സീറ്റ്സ് അനൗൺസ് ചെയ്തപ്പോഴേക്കും ഡിഗ്രി അഡ്മിഷൻസ് കുറെ പ്രോഗ്രസ് ചെയ്തു പോയി. അതുകൊണ്ട് നമുക്ക് 400 സീറ്റിൽ എനിക്ക് തോന്നുന്നൊരു 100 കുട്ടികളാണ് പുതുതായിട്ട് അഡ്മിഷൻ എടുത്തത്. അപ്പൊ ഈ വർഷം പരമാവധി കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാന്നുള്ള ലക്ഷ്യത്തോടു കൂടി യൂണിവേഴ്സിറ്റിയുടെ എല്ലാ കേന്ദ്രങ്ങളിലും ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം, അതുപോലെ സാധ്യമായ രീതിയിൽ അതിന് പരസ്യം കൊടുക്കണമെന്ന് തീരുമാനിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളാനിക്കര യൂണിവേഴ്സിറ്റി തൃശൂർ മെയിൻ ക്യാമ്പസിൽ കഴിഞ്ഞ ദിവസം മറ്റ് ക്യാമ്പസുകളിലെ കുട്ടികളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ ഒരു കരിയർ കൗൺസിലിംഗ് സെമിനാർ നടക്കുകയുണ്ടായി. യൂണിവേഴ്സിറ്റിയുടെ എല്ലാ റീജിയൻസിലും വെള്ളായണിയിലും അടുത്ത ദിവസം തന്നെ ഇപ്രകാരം പുതിയ കോഴ്സുകളുടെ സാധ്യതകളും അവസരങ്ങളും കുട്ടികളെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാംസ് നടക്കുകയാണ്. അപ്പൊ അങ്ങനെ സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്ന ഇനിഷ്യേറ്റീവിനെ കുറിച്ച് ഒരു ബ്രീഫിംഗ് ചെയ്യുക, അതിന് ഡിസൈൻ ചെയ്ത ലോഗോ റിലീസ് ചെയ്യുക, അത്ര മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഈ കോഴ്സുകളെല്ലാം വളരെ സാധ്യതയുള്ള പ്രോഗ്രാംസ് ആണ്. ഇതിൽ 2 ഡോക്ടറൽ പ്രോഗ്രാംസ്, ഒന്ന് അനിമൽ സയൻസിലും ഒന്ന് അപ്ലൈഡ് മൈക്രോബയോളജിയിലും ഉണ്ട്. പക്ഷെ അതിൽ ഓൾറെഡി മാസ്റ്റർ ബിരുദങ്ങളുള്ള ബയോസയൻസ് ബിരുദധാരികൾക്കും അഗ്രികൾച്ചർ, വെറ്ററിനറി സബ്ജക്ട്സ് ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾക്കും ഡോക്ടറൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുകയാണ്. ഒരുപാട് എൻക്വയറി അതിനകത്ത് നമുക്ക് പൊതു ആർട്സ് ആൻഡ് സയൻസ് ക്യാമ്പസുകളിലൊക്കെ പഠിച്ചു ചെയ്യുന്നവരിൽ നിന്ന് കിട്ടുന്നുണ്ട്. വൈൽഡ് ലൈഫ് മാനേജ്മെന്റിലും വികസന ധനത്വ ശാസ്ത്രത്തിലും ഓരോ MSc പ്രോഗ്രാംസ്, പരിസ്ഥിതി ശാസ്ത്രത്തിലും അതുപോലെ റിന്യൂവബിൾ എനർജി, അതിൽ തവനൂർ ആസ്ഥാനമായിട്ട് MTech പ്രോഗ്രാം, ഓഷ്യൻ അറ്റ്മോസ്ഫിയറിക് സയൻസിൽ ഒരു MSc, ക്ലൈമറ്റ് സയൻസിലും ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിലും ഓരോ MScകൾ, 2 ഇന്റഗ്രേറ്റഡ് ബയോളജിയിൽ MSc BSc, ഇന്റഗ്രേറ്റഡ് മൈക്രോബയോളജിയിലും ഇതിൽ ഒരു ഇന്റഗ്രേറ്റഡ് MSc പ്രോഗ്രാം, പിന്നെ PG ഡിപ്ലോമ പ്രോഗ്രാംസ് ഉണ്ട്. ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ്, ഫുഡ് ഇൻഡസ്ട്രി മാനേജ്മെന്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, ഹൈടെക് ഹോർട്ടിക്കൾച്ചർ, കേരളത്തിന് വലിയ സാധ്യതയുള്ള കോഴ്സുകളാണ്. അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ മാനേജ്മെന്റ്, വീഡ് മാനേജ്മെന്റ്, ഇന്റഗ്രേറ്റഡ് ഫാം മാനേജ്മെന്റ്, ഇതൊക്കെ ഒരുപാട് സംഖ്യയിൽ ആൾക്കാർ എൻറോൾ ചെയ്യാൻ സാധ്യതയില്ല, എന്നാൽ പ്രൊഫഷണൽസിന് വലിയ അവസരങ്ങളുള്ള പ്രോഗ്രാംസ് ആണ്. റീറ്റെയിൽ മാനേജ്മെന്റ്, കാർഷിക മെക്കനൈസേഷൻ, ഇങ്ങനെയാണ് പ്രോഗ്രാംസിന്റെ വിശദാംശം. അതിന്റെ റൈറ്റപ്പ് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങളും പ്രൊഫഷണൽ കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിനകത്ത് ഡിപ്പാർട്ട്മെന്റ് ഫോർമലായിട്ട് പ്രോസസ് ചെയ്തിട്ടില്ലെങ്കിലും കൃഷി വകുപ്പിലും അനുബന്ധ വകുപ്പുകളിലും ജോലി ചെയ്യുന്ന ആളുകൾക്ക് വലിയ അവധി എടുക്കാതെ തന്നെ ഇതിൽ എൻറോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ പ്രോഗ്രാംസ് കുറച്ച് സമയം പാർട്ട് ടൈം ബേസിസിൽ ഒരു ഫോർമാറ്റും കൂടെ ഇഷ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ജോലി ചെയ്യുന്ന ആളുകൾക്ക് അധികം ലീവ് എടുക്കാതെ തന്നെ ഓൺലൈൻ ഫോർമാറ്റിൽ ഇതിൽ എൻറോൾ ചെയ്ത് പരീക്ഷ പാസ്സായി ഈ ബിരുദങ്ങൾ നേടാനും കൂടിയുള്ള അവസരം ഇതുവഴി കിട്ടുന്നതാണ്. അത്രമാത്രമേ ഇപ്പോൾ സൂചിപ്പിക്കാനായിട്ടുള്ളൂ. സമയം കണ്ടെത്തിയിരുന്നു. വളരെ തിരക്കുള്ള ദിവസമാണ്, അസംബ്ലിയൊക്കെ നടക്കുന്ന ദിവസമാണ്. എന്നാലും വന്നെത്തിയ ബഹുമാനായ പ്രോ ചാൻസലറോട് നന്ദി ഞാൻ ഇപ്പോഴേ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം ബാക്കി കാര്യങ്ങൾ അഡ്രസ്
കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ കൂടിയായ ഡോക്ടർ ബി അശോക് ഈ മീറ്റിങ്ങിൻ്റെ കാര്യം വിവരിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു അഭിമാന സ്ഥാപനമാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. ശ്രീ CH മേനോൻ വളരെ താല്പര്യപൂർവ്വം മുൻകൈയെടുത്ത് കേരളത്തിൻ്റെ ഒരു ഭാവിയെ ഗൗരവതരമായി കണ്ട് തൃശ്ശൂരിൽ സ്ഥാപിതമായതാണ് കേരള കാർഷിക സർവകലാശാല. കാർഷിക സർവകലാശാലയുടെ മെച്ചം, കാർഷിക സർവകലാശാലയുടെ മേന്മയൊന്നും കൂടുതൽ വിവരിക്കാതെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സർവകലാശാല കാലത്തിനനുസരിച്ച് പുതിയ കോഴ്സുകളിലേക്ക് പോകേണ്ടത് അനിവാര്യമാണ്. ലോകത്തിൽ നിന്ന് വിവിധങ്ങളായ കോഴ്സുകൾ, പുതുതലമുറ കോഴ്സുകൾ കൂടുതലായി ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ സാധ്യതകൾ വളരെ ഏറെയാണ്. ഈ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുക, നമ്മുടെ കേരളത്തിൽ തന്നെ അതിനുള്ള സൗകര്യം ഒരുക്കുക എന്ന് തീരുമാനിച്ചു. ആ ആലോചനയിലാണ് കേരള കാർഷിക സർവകലാശാലയിലുള്ള ഫാക്കൽറ്റികളുടെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരുടെയെല്ലാം സേവനത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടും അവിടുത്തെ ഇപ്പോൾ ഉള്ള അവിടെ ലഭ്യമാവുന്ന എല്ലാത്തരം കാര്യങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഏതെല്ലാം പുതിയ തലമുറ കോഴ്സുകൾ നടപ്പിലാക്കാൻ കഴിയുമെന്നതിനെ കുറിച്ച് സർവകലാശാല ഗൗരവതരമായി ഒരു ആലോചനയിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നേരത്തെ പറഞ്ഞ കുറേയേറെ കോഴ്സുകൾ, ബിരുദ കോഴ്സുകളും ബിരുദാനന്തര കോഴ്സുകളും ഡോക്ടറൽ PhD കോഴ്സുകൾ എല്ലാം നമുക്കിവിടെ പ്ലാൻ ചെയ്തത്. അത് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്തത്. കോഴ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അനൗൺസ് ചെയ്തപ്പോഴേക്കും ചില തടസ്സങ്ങളെല്ലാം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ എത്താനുണ്ടായ കാലതാമസത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വേണ്ടത്ര വിദ്യാർത്ഥികളെ ലഭ്യമാവുകയുണ്ടാവില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൻ്റെ എല്ലാ വിദ്യാർത്ഥികളിലേക്കും പൊതുജനങ്ങളിലേക്കും ഈ കാര്യം എത്തിക്കുക, നാട്ടിലും മറുനാട്ടിലും ഈ കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കുക, ഇത്തരം കാര്യങ്ങളെ കാണുന്ന വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ മുമ്പിൽ അവരുടെ നാളുകളിൽ അവർക്ക് ഏറ്റവും പ്രയോജനപ്രദമാവുന്ന ഈ കോഴ്സുകൾ അവതരിപ്പിക്കുക എന്നുള്ളത് സർവകലാശാലയുടെ പ്രധാനപ്പെട്ട പരിപാടിയായി കണക്കാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഫെയർ 2024 എന്ന തരത്തിൽ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, ശാസ്ത്രജ്ഞന്മാർ ഇവരെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ എഡ്യൂക്കേഷൻ ഫെയർ കാർഷിക സർവകലാശാല പ്ലാൻ ചെയ്തിരിക്കുന്നത്. 6 കേന്ദ്രങ്ങളിലായിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഈ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർക്ക് അവരെ ആകർഷിക്കുന്ന തരത്തിൽ, വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന തരത്തിൽ, അവരുടെ ഈ കാര്യങ്ങൾ സംവദിക്കുന്ന തരത്തിൽ, അവർക്ക് ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലെല്ലാമായിരിക്കും ഈ KAU എഡ്യൂക്കേഷൻ ഫെയർ 2024 സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിലൂടെ ഈ പുതുതലമുറ കോഴ്സുകളെ കുറിച്ച്, അതിൻ്റെ ആ കോഴ്സുകളിലേക്ക് ഏർപ്പെടുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനങ്ങൾ, അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ചെല്ലാം ബോധ്യപ്പെടുന്നതിന് ഇത് ഉപകരിക്കുന്ന തരത്തിലാണ് കാർഷിക സർവകലാശാല ഈ എഡ്യൂക്കേഷൻ ഫെയർ ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിന് നിങ്ങളെല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള പിന്തുണയും ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കോഴ്സുകളുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള പറഞ്ഞു. വിവിധ ഫാക്കൽറ്റികൾ നമുക്കുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും എല്ലാം ഉള്ളത് പ്രയോജനപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോഴ്സുകളെല്ലാം തന്നെയും കണക്കുകൂട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനുള്ള അനന്തമായ സാധ്യതകളെയും കൂടി പരിഗണിച്ചിട്ടുണ്ട്. സാധ്യതകളില്ലാത്ത എന്തെങ്കിലും സംവിധാനം എന്ന തരത്തിലല്ല ആലോചിച്ചിരിക്കുന്നത്. സാധ്യതകളുള്ള, അവരുടെ ജോലി സാധ്യത അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരം കോഴ്സുകളിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അതിനകത്ത് ഏതിനെല്ലാമാണ് നമുക്ക് മതിയായ ഫാക്കൽറ്റികളും മറ്റു സംവിധാനം എല്ലാം ഉള്ളത്, അതിനെ പ്രയോജനപ്പെടുത്താനും ഏതെങ്കിലും കോഴ്സുകൾക്ക് മറ്റാവശ്യമുണ്ടെങ്കിൽ മറ്റ് ആളുകളെ ഇതിനനുസരിച്ച് നമുക്ക് ഇതിന് ഈ കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതിനും സർവകലാശാല തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് പുതുതലമുറ കോഴ്സുകൾ നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്കും കേരളത്തിന് പുറത്തുള്ളവർക്കായാലും നമ്മുടെ ഈ വലിയ ക്യാമ്പസിൽ കാർഷിക സർവകലാശാലയുടെ കേന്ദ്രങ്ങളിൽ അത് സാധ്യമാക്കുക എന്നുള്ളതാണ് സർവകലാശാലയിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇതാണ് നിങ്ങളോട് ഇന്ന് ഇതുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. പക്ഷേ ഇന്റഗ്രേറ്റഡ് ഒന്നാമത് വലിയ എൻറോൾമെന്റ് ഇല്ല, 36 സീറ്റേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കാച്ച്മെന്റ് വടക്കോട്ടുള്ള കാച്ച്മെന്റിൽ വടക്കല്ല, ഞങ്ങളുടെ തൃശ്ശൂർ കാച്ച്മെന്റിൽ കിട്ടുമെന്ന് തന്നെയാണ് അല്ലെ. ഇന്റഗ്രേറ്റഡ് എൻറോളല്ലേ നടക്കുന്നത് അല്ലെ, കിട്ടുമെന്ന് തന്നെയാണ്. അപ്പൊ നമ്മുടെ ഡേറ്റ എന്തെങ്കിലും ആപ്ലിക്കൻസ് ഡേറ്റ എന്റെ കൈവശമുണ്ട്, അത് സഫിഷ്യന്റ് ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. ആളുകൾ ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത് ഫീസ് അടയ്ക്കാനിരിക്കുന്നവർ സഫിഷ്യന്റ് ആയിട്ടുണ്ട്, സീറ്റ്സിനേക്കാൾ കൂടുതലുണ്ട്. കുറച്ചും കൂടെ ആൾക്കാർ അപ്ലൈ ചെയ്ത് വന്നാൽ നല്ലതാണ്.
കുറച്ചുകൂടെ നേരത്തെ ആകുമായിരുന്നു, കുറച്ചുകൂടെ ക്യാമ്പയിൻ നേരത്തെ ആകുമായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ് പറഞ്ഞത്. അപ്പൊ അതിൽ ഇനി നിങ്ങളുടെ സഹായം വേണം. എല്ലാത്തിനുണ്ട്. ഞാൻ ഇപ്പൊ ശരിക്കും ഡേറ്റ നോക്കിയിട്ട് 2 കോഴ്സിനേ ഉള്ളൂ ഞങ്ങൾക്ക് സീറ്റ്സിനേക്കാൾ താഴെ ഉള്ളത്. അതായത് ഇതുവരെ ചെയ്ത രജിസ്ട്രേഷൻ, അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിച്ച് ചെയ്തിരിക്കുന്ന രജിസ്ട്രേഷൻ നമ്പർ ഓഫ് സീറ്റ്സ് താഴെയുള്ളത് 2 കോഴ്സിന്. ബാക്കി എല്ലാത്തിനും സഫീഷ്യന്റ് ആൾക്കാരുണ്ട്. എന്നാലും കുറച്ചുകൂടെ കോഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാൻ തീർച്ചയായിട്ടും കൂടുതൽ പേര് അപ്ലൈ ചെയ്താണ് നമുക്ക് എപ്പോഴും നല്ലത്. കാരണം മെറിറ്റോറിയസ് സ്റ്റുഡൻസ് വന്നാലേ കോഴ്സ് വിജയിക്കത്തുള്ളൂ. പലപ്പോഴും എല്ലാവരിലേക്ക് എത്തുന്നില്ല എന്നുള്ള പ്രയാസങ്ങളുണ്ട്. ഈ തരം കോഴ്സുകൾക്ക് വേണ്ടി തന്നെ വിദേശത്ത് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന കുട്ടികളുണ്ട്, കേരളത്തിന് പുറത്തു പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ മെച്ചപ്പെട്ട കോഴ്സുകൾ ലഭ്യമാക്കുക എന്നത് പ്രധാനപ്പെട്ട ഘടകമാണ്. ഇത് അവരറിയണം, അവരിങ്ങനെ കോഴ്സുകൾ ഉണ്ട് എന്നുള്ളത്. കോഴ്സിന്റെ വൈവിധ്യവും ഒക്കെ വളരെ നല്ലതാണ്. പക്ഷെ നമുക്ക് നമ്മുടെ പ്രൈവറ്റ് ആൾക്കാർ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ചെയ്ത മാതിരി നമുക്ക് പരസ്യം ചെയ്യാൻ നിവർത്തിയില്ല. അതുകൊണ്ട് പരമാവധി കുട്ടികളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. BSc അഗ്രികൾച്ചറിന് സീറ്റ് കൂട്ടിയിട്ടുണ്ടോ? BSc അഗ്രികൾച്ചറിൽ എത്ര കൂട്ടിയിരിക്കുന്നത്? 450 സീറ്റ്സ് ആണ് ഇപ്പോൾ. 40 സീറ്റ് കഴിഞ്ഞ വർഷം കൂട്ടിയത്. 40 സീറ്റിലാണ് ഏറ്റവും കൂടുതൽ അപേക്ഷ വരുന്നത്. ചില കുട്ടികൾ കിട്ടാറില്ല ലാസ്റ്റ് സമയത്ത്. പിന്നെ എൻട്രൻസിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതാണ്. എൻട്രൻസ് അടിസ്ഥാനത്തിൽ അവസാനം കുറെ കുട്ടികൾക്ക് സ്പോട്ട് അഡ്മിഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കിട്ടുന്നില്ല. അതെ, കഴിഞ്ഞ വർഷം 40 സീറ്റ് കൂട്ടി, 40 കൂട്ടി. ഇനി നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷെ എന്താ കുഴപ്പം, ഈ വർഷം അഡീഷണൽ കൂട്ടിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ അത് അതിന്റെ ചെറിയ പ്രശ്നം ഈ ICRന്റെ അക്രഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഈ BSc AG കോഴ്സ് നടക്കുന്നിടത്ത് എല്ലാം മിനിമം ഏക്കറേജ് സൗകര്യങ്ങളും വളരെ സ്ട്രിക്റ്റ് ആണ്. ICR റെഗുലേഷനില്ലാത്ത കോഴ്സ് നമുക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അത് പടിപടിയായിട്ട് കൂട്ടിക്കൊണ്ടുവരാം. ഞങ്ങളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് 300 സീറ്റ് 200 സീറ്റൊക്കെ ഉള്ളായിരുന്നു. 300 400 450 പക്ഷെ വളരെ ആപ്ലിക്കന്റ് ഇൻട്രസ്റ്റ് ഉള്ള കോഴ്സാണ്, കൂടുതൽ കൂട്ടാവുന്നതാണ്. 450 കേരളത്തിലെ ഒരു വിഷയമല്ല. അതെ, കറക്റ്റ് പറഞ്ഞ കാര്യം. 20 കോഴ്സുകൾ പുതുതായിട്ട് തോന്നുന്നു. ഫാക്കൽറ്റി പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് എത്ര ചെലവ് എല്ലാ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലും. അത് മാത്രമല്ല, ഈ കോഴ്സ് വഴി എത്ര വരുമാനം നമുക്ക് പ്രതീക്ഷിക്കും? കോഴ്സുകളിൽ നിന്ന് വലിയൊരു അഡീഷണൽ ഇൻകം വരത്തില്ല. അത് ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം 250-300 വേക്കൻസീസ് ഉണ്ട് ഫാക്കൽറ്റിയിൽ. അപ്പൊ അത് മൊത്തമായിട്ട് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ റെഗുലേറ്റഡ് പ്രോഗ്രാംസ് റൺ ചെയ്യാൻ ഒരു 100-150 ഒക്കെ ഫില്ല് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആ സർപ്ലസ് കിടക്കുന്ന 100 ഞങ്ങൾ ഇതിൽ കോൺട്രാക്ച്വൽ നിയമനത്തിനായിട്ട് ആവശ്യമുള്ള പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ബാക്കിയുള്ളത് ഗസ്റ്റ് ആയിരിക്കും. ഇതിന്റെ ഈ പ്രോഗ്രാംസ് നടത്തുന്നതിന് വേണ്ട കോർ ഫാക്കൽറ്റി അവിടെ തന്നെ ഉണ്ട്. കോർ ഫാക്കൽറ്റി ഉണ്ട്, പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ ഉണ്ടാവും. സപ്പോർട്ടിംഗ് ഫാക്കൽറ്റി 2, 3, 4 വീതം കോൺട്രാക്ച്വൽ, എക്സാക്ട് നമ്പർ എനിക്കല്ല, 60 പൊസിഷൻസ് കോൺട്രാക്ച്വൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഡീൽസ്. അപ്പം അതിൽ നിന്ന് വരും. ഒരു ഓവറോൾ എടുത്തിരിക്കുന്ന മാനദണ്ഡം എന്ന് പറയുമ്പോൾ കോഴ്സ് നടത്തുമ്പോൾ മൊത്തം കിട്ടുന്ന ഫീസിന്റെ ഒരു 3/2 ചെലവ് നിർത്തിക്കോണം. അതാണ് എക്സാക്ട് ഫിഗേഴ്സ് നമുക്ക് നോക്കിയിട്ട് പറയാം. അത് യൂണിവേഴ്സിറ്റിക്ക് ഒരു ബാധ്യത വരാത്ത രീതിയിൽ മാനേജ് ചെയ്തു പോകുക എന്നുള്ളതാണ് എടുത്തിരിക്കുന്നത് ഡിസൈൻ. വൈൽഡ് ലൈഫ് മാനേജ്മെന്റ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആദ്യമായിട്ടാണ്. വെറ്റിനറിയിൽ ഒരു പ്രോഗ്രാം ഉണ്ട് ഓൾറെഡി, വയനാടുണ്ട്. ഇതെല്ലാം വളരെ ശ്രമപ്പെട്ട് നമ്മുടെ ഫാക്കൽറ്റി തന്നെ ഡിസൈൻ ചെയ്തതാണ്. അത് വളരെ നല്ലൊരു എഫർട്ട് എടുത്ത് കഴിഞ്ഞ വർഷം ചെയ്തതാണ്. അതിൻ്റെ എല്ലാ ആൾക്കാരും ഇവിടെ ഇല്ല. ബട്ട് സ്റ്റിൽ എല്ലാം തന്നെ ഓണറബിൾ മിനിസ്റ്റർക്ക് തന്നെ പ്രസന്റേഷൻ എല്ലാം കോഴ്സ് ഡയറക്ടേഴ്സ് കൊടുത്ത് നീണ്ടൊരു പ്രോസസ്സിലൂടെ വന്നതാണ്. നമുക്ക് കഴിഞ്ഞ വർഷം പുഷ് ചെയ്യാൻ പറ്റിയില്ല, ഫുൾ അഡ്മിഷൻ പുഷ് ചെയ്യാൻ പറ്റിയില്ല, നമ്മുടെ താമസിച്ചു പോയി. നമ്മുടെ സർവകലാശാലയിലെ അധ്യാപകർ അവർ തന്നെയാണ് ഇതിൻ്റെ ഓരോ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മുഴുവൻ, എന്തായിട്ടുണ്ട് സിലബസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് അവിടുത്തെ സാധ്യതകളെ എങ്ങനെ വിനിയോഗിക്കാമെന്നുള്ളത് അവർ തന്നെ നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടാണ് ഓരോന്നും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വലിയ പ്രത്യേകതയുണ്ട്. നല്ല വർക്കാണ് അവർ അക്കാര്യത്തിൽ ചെയ്തത്. ഒരു അക്കാഡമിക് ഇയറിൽ 400 സീറ്റ്സ് കൂട്ടുന്നത് വളരെ റെയറായിട്ടാണ്. പ്രയാസമാണ്. നല്ലപോലെ ചെയ്തു. കുറച്ചുകൂടെ ഒരു സപ്പോർട്ട് നിങ്ങളും കൂടെ ഒന്ന് റേറ്റ് കൊടുത്ത് കുറച്ച് കുട്ടികൾ കൂടുതൽ വരണം. അതാണ് മുമ്പ് ഇൻട്രസ്റ്റ്. 22-ന് 22-ാം തീയതി എല്ലാവരുടെയും മീറ്റിംഗ് ഉണ്ട്. 22-ന് ബ്രീഫിംഗ് വെള്ളാണിയിലുണ്ട്. സ്കൂൾ കുട്ടികൾക്ക് പാർട്ടിസിപ്പൻറ്റ് സ്റ്റുഡൻസിനല്ലേ. പണ്ട് ഇതൊരു സെല്ലേഴ്സ് മാർക്കറ്റ് ആയിരുന്നതുകൊണ്ട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എങ്ങും ചെന്ന് കുട്ടികളെ ചോദിച്ചിട്ടില്ല. എൻട്രൻസ് എഴുതി കഷ്ടപ്പെട്ട ആൾക്കാർ ഇങ്ങോട്ട് വന്നോളൂ. ആ സീൻ മാറി, നമ്മൾ അങ്ങോട്ട് പോകുന്നു. ദേശ സർവകലാശാലകളെല്ലാം അവരിങ്ങോട്ടേക്ക് പലയിടങ്ങളിലേക്ക് എത്തുകയില്ല. അവരുടെ കോഴ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു
കുറേ കോഴ്സസ് എല്ലാം തൃശ്ശൂരിലോട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെള്ളായണി ക്യാമ്പസിൽ അതിനുള്ള ഫീസിബിലിറ്റി വെള്ളായണിക്ക് കുറച്ചുകൂടെ കോഴ്സുകളാവാം. പക്ഷെ ഇതെന്താണെന്ന് വെച്ചാൽ ആ ഫസ്റ്റ് റണ്ണ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത് വന്നു കഴിയുമ്പോഴേ നമുക്ക് ബാക്കി കോഴ്സുകൾ ബാക്കി ക്യാമ്പസിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഫാക്കൽറ്റി സ്ട്രെങ്തോടെ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യാം. മിക്കവാറും പ്രോഗ്രാംസ് ഒക്കെ എല്ലായിടത്തും ഓടാവുന്നതാണ്. പക്ഷെ എന്നാലും അവർക്ക് ഒരു സമയം 4 കോളേജും കൂടെ ഉണ്ട് സാർ. ഫോറസ്റ്റ് ചെയ്യണം, റിസോഴ്സസ് കൂടുതൽ അതുകൊണ്ടാണ് ഫാക്കൽറ്റികൾ കൂടുതലാണ്. ഫോറസ്റ്റ് കോളേജ് ഉണ്ട്, CNB കോളേജ്, അഗ്രികൾച്ചർ കോളേജ്, ക്ലൈമറ്റ് സയൻസ്, അങ്ങനെ 4 കോളേജസ്. സാധ്യതകളൊക്കെ പരിശോധിച്ച് ചെയ്യാവുന്നത്. വർക്കിംഗ് പ്രൊഫഷണൽസിന് ഇതിന്റെ ഒരു എഡിഷൻ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പൊ നോട്ടിഫൈ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഇപ്പൊ 1 ഇയർ ഡിപ്ലോമ ഒരു 2x ടൈംസ് സമയം കൊടുത്തിട്ട് വീക്കെൻഡ് ക്ലാസ്സസ്, കോൺടാക്ട് ക്ലാസ്സസ്, ബിറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള ഗവൺമെന്റിലും മറ്റ് സ്ഥാപനങ്ങളിലും എല്ലാം വർക്ക് ചെയ്യുന്നവർക്ക് ലോങ് ഡിസ്റ്റൻസ് എൻറോൾ ചെയ്യുക, പ്രാക്ടിക്കൽസ് മാത്രം വന്ന് ലീവിന് വന്ന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ള അതിൻ്റെ ഒരു എഡിഷൻ നമ്മൾ തയ്യാറ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു വിത്തിൻ 2-3 മന്ത്സ് അത് കൊണ്ടുവരണം. പറ്റുന്ന എല്ലാ പ്രോഗ്രാം എല്ലാം സാധിക്കില്ല. വൈൽഡ് ലൈഫൊക്കെ ഇത്തിരി പ്രയാസമായിരിക്കും. അത് ഒരുപാട് ഫീൽഡ് വിസിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതായതുകൊണ്ട് കോൺടാക്റ്റിലേ പറ്റുള്ളൂ. പറ്റാവുന്നതൊന്നും ഡിസ്റ്റൻസ് ഫോർമാറ്റിലോട്ട് കൊണ്ടുവരുന്നത് കുറച്ചുകൂടെ മാസീവായിട്ട് ഓൾ ഇന്ത്യ എൻറോൾ ചെയ്യും. സ്ഥലം പ്രശ്നമല്ലല്ലോ, എവിടെ നിന്ന് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാവുന്നത്. 4,000-5,000 പേരൊക്കെ കിഡ്സിൻ്റെ ഒക്കെ കോഴ്സിൽ എൻറോൾ ചെയ്യും. 10,000 പേര് കോഴ്സ് നേരത്തെ പറഞ്ഞ ആ ഡിസ്റ്റൻസ് ഫോർമാറ്റ് വരുമ്പോഴും ഗവൺമെന്റും കൂടെ സമ്മതിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ഓട്ടോ എൻറോൾമെന്റ് അവർക്ക് കൊടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. കാരണം അവരുടെ കോസ്റ്റാണ്, ഗവൺമെന്റ് പൈസ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അവർ ലീവിന്റെ പ്രശ്നവും വരുന്നില്ല. കോൺടാക്ട് ആകുമ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആകുമ്പോഴേക്ക് അവർ പിന്നെ ലോഗിൻ ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി. പരീക്ഷ വരുന്നില്ല, ചെറിയ എക്സാമിനേഷൻ വീക്കിന് മാത്രമേ ഒരു കാഷ്വൽ ലീവിന്റെ ഇഷ്യൂ മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഒരു പെർമിഷൻ ഗവൺമെന്റ് കൊടുക്കാനുള്ള പ്രപ്പോസലുണ്ട്. ആയിട്ടില്ല. അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, ഇനി ഏത് ഡിപ്പാർട്ട്മെന്റ് ഇനിയിപ്പോൾ ഒരാളിനിപ്പം എന്താണ് ഇപ്പോൾ ന്യൂട്രീഷനിൽ ഒരു കോഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം.